ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേരള സെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 പാർട്ടുകളിലായിട്ട് 30 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ പാർട്ട് 4 നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കൃത്യമായിട്ട് 5 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളടക്കം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസ് കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമ്മൾ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് പോവുകയാണ്. 25ഓളം ചോദ്യങ്ങളാണ് കേട്ടോ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 26ാമത്തെ ചോദ്യം. സഹൃദയൻ എന്ന പദത്തിന് പകരമായി രാജശേഖരൻ ഉപയോഗിക്കുന്ന പദം ഏത്? സമാന ഹൃദയൻ, വിമല പ്രതിഭാനശാലി ഹൃദയൻ, ദോഷജ്ഞ, ഭാവകൻ. സഹൃദയൻ എന്ന പദത്തിന് സമാനമായിട്ട്, ശ്രദ്ധിക്കണേ, സഹൃദയൻ എന്ന പദത്തിന് സമാനമായിട്ട് രാജശേഖരൻ ഉപയോഗിക്കുന്ന പദം ഏത്? സഹൃദയൻ എന്ന പദത്തിന് സമാനമായിട്ട്. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പൗരസ്ത്യ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങള്. അത്തരത്തിലെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. നോക്കൂ, ഇതിന്റെ ഉത്തരം എന്താണ്? പറഞ്ഞ എല്ലാവരും. എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഹൃദയൻ, നമ്മൾ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം പഠിച്ചു തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിലുള്ള കവി, കാവ്യം, സഹൃദയൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ്. സഹൃദയൻ എന്ന പദത്തിന് പകരമായിട്ട് രാജശേഖരൻ ഉപയോഗിക്കുന്ന പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും നിർബന്ധമായിട്ട് ഉത്തരം പറയണം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് സഹൃദയൻ എന്നുള്ള ടേം. എന്താണ് സഹൃദയൻ എന്ന പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്? ഭാവകൻ എന്നുള്ള പദമാണ്. ഭാവകൻ എന്നുള്ള പദമാണ് സഹൃദയൻ എന്നുള്ള പദത്തിന് സമാനമായിട്ട്. സമാന ഹൃദയം ഉള്ളവൻ എന്നാണ് സഹൃദയം എന്ന വാക്കിന്റെ അർത്ഥം. സമാന ഹൃദയം ഉള്ളവൻ, അതായത് കലാപരമായിട്ടുള്ള ഒരു അനുഭവത്തോട് നമ്മെ വായിക്കുന്ന ആളെ അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ആളെ, പ്രേക്ഷകനെ പ്രതികരണ സജ്ജമാക്കുന്നതെന്തോ അതാണ് സഹൃദയത്വം. അതാണ് സഹൃദയത്വം. രാജശേഖരനാണ് സഹൃദയനെ 4 വിധമായി തിരിക്കുന്നത്. പാശ്ചാത്യ ആലങ്കാരികനായിട്ടുള്ള രാജശേഖരനാണ് സഹൃദയൻ 4 വിഭാഗമായിട്ട് തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഏതാണ്? അരോചികൾ. ശ്രദ്ധിക്കുക, അരോചികൾ. എത്ര നല്ല കാവ്യം കൊടുത്താലും ഇഷ്ടപ്പെടാത്തവരാണ്. അരോചികൾ എന്ന വിഭാഗത്തിൽ പെടുന്നവർ ആരാണ്? എത്ര നല്ല കാവ്യമാണെങ്കിലും അത് ഇഷ്ടപ്പെടാത്തവരാണ് അരോചികൾ. സഹൃദയനെ രാജശേഖരൻ 4 ആക്കി തിരിക്കുന്നു. അതിൽ ആദ്യത്തേതാണ് അരോചികൾ. രണ്ടാമത്തേത് സത്യണാവ്യവഹാരികൾ. സത്യണാവ്യവഹാരികൾ, എന്ത് കാവ്യം കൊടുത്താൽ അതെല്ലാം നല്ലത് എന്ന് പറയുന്നവര്. അതായത് അട കൊടുത്താൽ ഇലയടക്കം തിന്നുന്നവർ. എല്ലാ കാവ്യവും എന്താണ് ഇവരെ സംബന്ധിച്ച് നല്ലതാണ്. അത്തരത്തിലെ അഭിപ്രായം പറയുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ വിലയിരുത്തുന്നവരാണ് സത്യണാഭ്യവഹാരികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ രാജശേഖരൻ സഹൃദയനെ 4 ആക്കി തരംതിരിക്കുന്നു. ഒന്ന് അരോചികൾ, രണ്ടാമത്തേത് സത്യണാഭ്യവഹാരികൾ, മൂന്നാമത്തേത് മത്സരികൾ. ഒരു കാവ്യത്തിലെ ദോഷം മാത്രം കണ്ടെത്തുന്നവരാണ് മത്സരികൾ. ഒരു കാവ്യത്തിലെ ദോഷം മാത്രം കണ്ടെത്തുന്നവരാണ് മത്സരികൾ. ഒരു കാവ്യത്തിലെ ദോഷം മാത്രം കണ്ടെത്തുന്നവരെ എന്താണ് സഹൃദയം കൊടുത്തിരിക്കുന്ന പേര്? മത്സരികൾ. മത്സരികൾ. കഴിഞ്ഞ HSL ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്ന് ജിഷ ടീച്ചർ പറയുന്നുണ്ട്. അതെ, യെസ്, മത്സരികൾ. മത്സരികൾ. 4ാമത്തെ വിഭാഗമാണ് തത്വാഭിനിവേശികൾ. തത്വാഭിനിവേശികൾ. അതായത് ഇവരാണ് കാവ്യധർമ്മം നന്നായി അറിയുന്നവർ, ശബ്ദാർത്ഥങ്ങളെ വിവേചിച്ചറിയുന്നവർ. തത്വാഭിനിവേശികൾ. രാജശേഖരൻ സഹൃദയനെ 4 ആക്കി തിരിക്കുന്നു. അരോചികൾ, എത്ര നല്ല കാവ്യാണെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് അരോചികൾ. രണ്ടാമത്തെ സത്രണാവ്യവഹാരികൾ, എല്ലാ കാവ്യവും നന്നാണ് എന്ന് പറയുന്നവരാണിത്. മത്സരികൾ, ദോഷം മാത്രം കണ്ടെത്തുന്നവരാണ്. തത്വാഭിനിവേശികൾ, കാവ്യധർമ്മം നന്നായി അറിയുന്നവരെയാണ് എന്ത് വിളിക്കുന്നത്? തത്വാഭിനിവേശികൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ?
യെസ്, ഭാവകൻ. സഹൃദയൻ എന്ന പദത്തിന് പകരമായിട്ട് രാജശേഖരൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഭാവകൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഭാവകൻ എന്നാണ്, ഭാവകൻ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 27ാമത്തെ ചോദ്യം. തെയ്യപ്രപഞ്ചം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തെയ്യപ്രപഞ്ചം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തെയ്യപ്രപഞ്ചം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തെയ്യപ്രപഞ്ചം എന്ന കൃതി എഴുതിയിരിക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ചോദ്യം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. തെയ്യവുമായി ബന്ധപ്പെടുന്ന, ഫോക്ലോറുമായി ബന്ധപ്പെടുന്ന മറ്റു ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. എങ്കിലും ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ എ എം വി വിഷ്ണുനാരായണ നമ്പൂതിരി, ഓപ്ഷൻ ബി രാഘവൻ പയ്യനാട്, ഓപ്ഷൻ സി കെ എം ഭരതൻ, ഓപ്ഷൻ ഡി ആർ സി കരിപ്പത്ത്. തെയ്യപ്രപഞ്ചം എന്ന കൃതിയുടെ കർത്താവ്. തെയ്യം ഗവേഷകനാണ് ഇദ്ദേഹം. തെയ്യം എന്ന അനുഷ്ഠാന കലയെ കുറിച്ചിട്ട് ഇദ്ദേഹം എഴുതിയ ഗവേഷണമാണ് തെയ്യപ്രപഞ്ചം. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കൃതിയാണിത്. ഏതാണ്? യെസ്, ആർ സി കരിപ്പത്താണ്. ആർ സി കരിപ്പത്ത്. ആർ സി കരിപ്പത്ത്. തെയ്യപ്രപഞ്ചം. തെയ്യപ്രപഞ്ചം എന്നുള്ള കൃതി ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ നോക്കാം. കോലത്തുനാട്ടിലെ തെയ്യങ്ങൾ, കോലത്തുനാട്ടിലെ തെയ്യങ്ങൾ, വരവിളി, വരവിളി, പത്താമുദയം, തെയ്യപ്രപഞ്ചം, തെയ്യപ്രപഞ്ചം, തെയ്യപ്രപഞ്ചം. തെയ്യത്തിന്റെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഇത്. തെയ്യത്തിന്റെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന കൃതിയാണ് കേട്ടോ ഇത്. 2012 പുറത്തിറങ്ങിയ കൃതിയാണ്. 2012 പുറത്തിറങ്ങിയ കൃതിയാണ് ആർ സി കരിപ്പത്തിന്റെ കൃതി. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ക്ലിയർ ആണ്. ഇത് അധികം വിഷ്ണുനാരായണ നമ്പൂതിരിയും രാഘവൻ പയ്യനാടൊക്കെയാണ് പലപ്പോഴും ചോദിച്ചു കാണുന്നത്. തെയ്യപ്രപഞ്ചം ആരുടേതാണ്? ആർ സി കരിപ്പത്തിൻ്റെതാണ്. ഇനി ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 28ാമത്തെ ചോദ്യം. സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, മുലപ്പാൽ തന്നൊരമ്മയെ എന്നാളും ഹാ മറക്കാമോ, ത്യജിപ്പിൻ ജാത്യഭിമാനം, ഭജിപ്പിൻ ഐക്യ സോപാനം, ധരിപ്പിൻ ശുദ്ധമാം ഖാദി, ഇതൊന്നേ ദുസ്ഥിതി വേദി. ഏതു നാടകത്തിന്റെ നാനീലെ വരികളാണിവ? ഏതു നാടകത്തിലെ നാനീലെ വരികളാണിവ? നല്ലൊരു ചോദ്യമാണ്. ചോദിച്ചു കാണാത്തൊരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. ഇതൊരു നാടകത്തിന്റെ നാനീലെ വരികളാണ്. ഏത് നാടകത്തിന്റെ നാനീലാണ് ഇങ്ങനെയുള്ള വരികൾ വരുന്നത്? ഞാൻ വിചാരിച്ചത് ആദ്യം ഞാൻ ചോദ്യം വായിച്ച സമയത്ത് ഇത് കവിതയാണോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പറയൂ പറയൂ. ഏത് നാടകത്തിന്റെ നാനീലെ വരികളാണിത്? ഏത് നാടകത്തിന്റെ നാനീലെ വരികളാണിത്? ഇത് പാതുക പട്ടാഭിഷേകം എന്ന് പറയുന്ന നാടകത്തിന്റെ നാനീലെ വരികളാണിത്. പാതുക പട്ടാഭിഷേകം എന്ന് പറയുന്ന നാടകത്തിന്റെ നാനീലെ വരികളാണിവ. ഇമ്പോർട്ടന്റ് ആണ്. 1924 വന്നിട്ടുള്ള നാടകമാണിത്. വിദ്വാൻ പി കേളുനായർ, വിദ്വാൻ പി കേളുനായർ, വിദ്വാൻ പി കേളുനായരുടെ നാടകമാണ്. വിദ്വാൻ പി കേളുനായർ, വിദ്വാൻ പി കേളുനായർ. പാതുക പട്ടാഭിഷേകം, പാതുക പട്ടാഭിഷേകം, പാതുക പട്ടാഭിഷേകമാണ്. പാതുക പട്ടാഭിഷേകം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 29ാമത്തെ ചോദ്യം. നാടകമാണ്. നാടകത്തിൽ നിന്ന് ഇപ്രാവശ്യം ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. നമ്മളൊന്ന്, ഇൻകുലാബിന്റെ മക്കൾ, ഉലകുട പെരുമാൾ, ഇത് ഭൂമിയാണ്. ഇത് കിട്ടേണ്ടതാണല്ലോ എല്ലാവർക്കും. നമ്മളൊന്ന് ചെറുകാടിൻ്റെതാണ്. ബാക്കിയുള്ളതൊന്നും എനിക്ക് അറിഞ്ഞില്ലെങ്കിലും നമ്മളൊന്ന് ആരുടേതാണെന്ന് എനിക്കറിയാം ടീച്ചറെ. നമ്മളൊന്ന് ചെറുകാടിൻ്റെതാണ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. A3.
അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. A3 എന്ന് നോക്കിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താം. നമ്മൾ ഒന്ന് എന്നുള്ളത് ആരുടേതാണ്? ചെറുകാടിന്റെ നാടകമാണ്. ഇനി ഇൻകുലാബിന്റെ മക്കൾ ആരുടേതാണ്? പ്രസിദ്ധമായിട്ടുള്ള ഇൻകുലാബിന്റെ മക്കൾ എന്നുള്ള നാടകം എഴുതിയത് ആരാ? ആദ്യമായിട്ട് മികച്ച നടനുള്ള ഭാരതീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള, ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നടൻ PJ ആന്റണിയുടെ നാടകമാണ് ഇത്, ഇൻകുലാബിന്റെ മക്കൾ. ഉലകുട പെരുമാൾ എന്നുള്ള നാടകം രചിച്ചത് ഓംചേരി നാരായണപിള്ളയാണ്. യെസ്, ഇതുഭൂമിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, KT മുഹമ്മദിന്റെ നാടകമാണ് ഇതുഭൂമിയാണ്. A3B4C2D1 നാടകവും അവയുടെ രചയിതാക്കളും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്രാവശ്യം മുടക്കമില്ലാതെ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ഒരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പലരും തെറ്റിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ്. മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാരെ? ഇത് ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. ഇനി തെറ്റിക്കരുത്. മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയത്? ഏറ്റവും കൂടുതൽ മികച്ച തിരക്കഥയ്ക്ക് അവാർഡ് നേടിയ മലയാളി MT ആണ്. ഏറ്റവും കൂടുതൽ തവണ നേടിയത് MT ആണ്. ആദ്യ ജേതാവ് ആരാണ്? അതായത് മികച്ച തിരക്കഥയ്ക്ക് 1967 ശേഷമാണ് ദേശീയ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അത് SL പുരം സദാനന്ദനാണ് ലഭിച്ചത്. അഗ്നിപുത്രി എന്നുള്ള സിനിമയുടെ തിരക്കഥയ്ക്കാണ് ലഭിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അഗ്നിപുത്രി. അടൂർ ഗോപാലകൃഷ്ണൻ അല്ല. SL പുരം സദാനന്ദനാണ്. മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി SL പുരം സദാനന്ദനാണ്. ഓക്കെ, പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു ലേണേഴ്സ്.